ഹായ് ഹലോ അപ്പോൾ നമുക്കൊന്ന് അടിപൊളി ചിക്കൻ കറി ഉണ്ടാക്കിയെടുത്താലോ. അതിന് വേണ്ടിയിട്ട് ഞാൻ ചിക്കൻ വറുത്ത ഓയിൽ തന്നെയാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതിലോട്ട് 2 സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. കുറച്ച് ഉപ്പും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അത്യാവശ്യം ഗ്രേവിയോട് കൂടിയിട്ടുള്ള കറിയാണ് കേട്ടോ ഒന്ന് ഉണ്ടാക്കുന്നത്. ഒരു തക്കാളി ഉണ്ടായിരുന്നുള്ളൂ, അപ്പോൾ ഞാൻ ഒരു തക്കാളി ഇട്ട് കൊടുത്തുള്ളൂ. നിങ്ങളൊരു 2-3 തക്കാളി വരെ ഇട്ട് കൊടുക്കുക കേട്ടോ. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കുരുമുളകും പിന്നെ ചെറിയ ഉള്ളിയൊക്കെ കൂടി ചതച്ചൊരു മിക്സാണ് ഇട്ട് കൊടുത്തത്. കുറച്ച് തൈര് ഒഴിച്ച് കൊടുക്കുക. ആ ഒരു പുളിപ്പ് നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ പൊടികളായിട്ട് നമ്മൾ എന്നും ഇട്ട് കൊടുക്കാറുള്ള മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്, ചിക്കൻ മസാല ഉണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കുക. ചിക്കൻ ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് ചിക്കനൊക്കെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ടൊരു പകുതി നാരങ്ങ നീര് ഒഴിച്ച് കൊടുക്കുക. ആ തൈരിൻ്റെ നാരങ്ങ നീരിൻ്റെ ഒക്കെ പുളിപ്പായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ നമ്മുടെ ചിക്കൻ കറി കഴിക്കാൻ. പിന്നെ നമ്മുടെ കുക്കറേ വിസിൽ വരാത്തതുകൊണ്ട് ഒരു കടലാസിൻ്റെ സഹായത്തോടെയാണ് നമ്മൾ വിസിൽ വരുത്തിക്കുന്നത്. ഒരൊറ്റ വിസിലിട്ടാൽ മതി, അല്ലെങ്കിൽ പായസമായിട്ട് കിട്ടും. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ട്രൈ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ ടാറ്റാ.